നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. കഞ്ഞിക്കുഴി CHCയിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ച് പുതിയ ഡോക്ടറെ നിയമിച്ചതോടെയാണ് കഞ്ഞിക്കുഴി CHCയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമായത്. കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മാസങ്ങളായി കിടത്തി ചികിത്സ നിലച്ചിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക പ്രൊജക്റ്റിലൂടെ 5 ലക്ഷം രൂപ അനുവദിച്ച് ഡോക്ടറെ നിയമിക്കുകയും പുതുതായി ഈവനിംഗ് OP ആരംഭിക്കുകയും കിടത്തി ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു. ഈവനിംഗ് OP ആരംഭിച്ചതിനെ തുടർന്ന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AB തോമസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി CHCയിൽ സന്ദർശനം നടത്തി. കഞ്ഞിക്കുഴി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കഞ്ഞിക്കുഴി CHCയിൽ കിടത്തി ചികിത്സയും അതുപോലെ തന്നെ IP സേവനവും ലഭ്യമല്ല എന്നുള്ള ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് കാരണമായ ഡോക്ടർമാരുടെ അഭാവം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പ്രോജക്റ്റ് വെച്ച് 7-ാം തീയതി ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും 14-ാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആൻസി തോമസ്, ബ്ലോക്ക് മെമ്പർമാരായ ബിനോയ് വർക്കി, സാന്ദ്രമോൾ ജിന്നി, ജോബി ചാലിൽ എന്നിവരും ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KPSTA സംസ്ഥാന സമിതി ആഹ്വാനപ്രകാരം മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലാ വിദ്യാഭ്യാസ ജില്ല നടത്തിയ സായാഹ്ന ധർണ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുൻപിൽ DCC കോട്ടയം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക, ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൗകര്യം ഉറപ്പാക്കുക, ഇൻഷുറൻസ് പരിധിയിലുള്ള ചികിത്സാ ചെലവ് പൂർണ്ണമായും ഉറപ്പാക്കുക, മികച്ച ആശുപത്രികളിൽ മെഡിസെപ്പ് സൗകര്യം ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്ന് ഉദ്ഘാടന വേളയിൽ അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം ആവശ്യപ്പെട്ടു. 1-ാം ഘട്ടം പരാജയപ്പെട്ട സർക്കാർ കുറവുകൾ പരിഹരിക്കാതെ 2-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് N സുരേഷ് ഓർമ്മപ്പെടുത്തി. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോമി ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ധർണയിൽ രാജേഷ് NY, ജോൺസ് K ജോർജ്, ബെർലി ജോസഫ്, റെന്നി സെബാസ്റ്റ്യൻ, ശ്രീകുമാർ M, റോബിൻ പോൾ, റോജിൻ തോമസ്, അന്നമ്മ ജോസഫ്, മഞ്ജു ഡേവിസ്, ഷീബ CO, സിമി കുര്യാക്കോസ്, മഞ്ജു മരിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് തെളിയിച്ചുകൊണ്ട് 2 ടേം പൂർത്തിയാകുകയാണ്. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടൊരു സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ മെഡിസെപ്പ് വഞ്ചനയ്ക്കെതിരെ ഇന്ന് അധ്യാപകർ ഇവിടെ ഈ സമരവുമായിട്ട് കടന്നു വരുമ്പോൾ അതിവിടെ സാന്ദർഭികമായി തന്നെ സൂചിപ്പിച്ചു. ഇപ്പോൾ ജോലിയിലുള്ള അധ്യാപകർ മാത്രമല്ല, വിരമിച്ച അധ്യാപകർ, വിരമിച്ച ജീവനക്കാർ, മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ കേരളത്തിലെമ്പാടും ഈ സായം സന്ധ്യയിൽ ഉയർത്തുന്നതെങ്കിൽ ഒരു കാര്യം വളരെ വിനയപൂർവ്വം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇനിയൊരു വഞ്ചനയ്ക്ക്, ചതിക്ക് നമുക്ക് ഇടവരാത്ത വിധത്തിൽ ജനങ്ങൾ ബോധവാന്മാരാകുവാനുള്ള ഒരു സമരപരിപാടിയായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. ഈ ഗവൺമെൻറ് ഇതിൽ നിന്നും പാഠം പഠിച്ച് നന്മയിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. 2011-16 കേരളത്തിലൊരു ഭരണമുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത ഐക്യജനാധിപത്യ മുന്നണി UDF ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ ഒരു സാഹചര്യവും ഇന്ന് 10 വർഷക്കാലം പിന്നിടുമ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യവും തുലനം ചെയ്യുമ്പോൾ സമസ്ത മേഖലകളിലും ജനം പൊറുതി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
മെഡിസെപ്പിന് വേണ്ടിയുള്ള വഞ്ചനയ്ക്കെതിരെ നമ്മൾ ഇവിടെ ഇന്ന് മുദ്രാവാക്യം ഉയർത്തുമ്പോൾ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ ഓരോ കാരണങ്ങൾ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിലായി ഒരു ജനവഞ്ചനയ്ക്കെതിരായിട്ടുള്ള സർക്കാരിനെതിരെ പോരാട്ടത്തിൽ നിൽക്കും. സർക്കാർ കേരളത്തെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ച് മുമ്പോട്ട് പോകുന്ന സാഹചര്യം. കേരളത്തിലെ കർഷകരായിക്കോട്ടെ, കർഷക തൊഴിലാളികളായിക്കോട്ടെ, ജീവനക്കാരായിക്കോട്ടെ, എല്ലാ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഭരണം ഈ 9 വർഷം മുന്നോട്ട് ഭരണം ചെന്നെത്തിയിരിക്കുക. നമുക്കറിയാം, ഏതാണ്ട് 3 മാസം പിന്നിട്ട് കഴിയുമ്പോൾ ഇവിടെ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കും. ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് അടുത്ത മെയ് മാസത്തിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി നടക്കുന്ന ഒരു സൂചന ഇലക്ഷനാണ്. നമ്മൾ ഈ 2026 മെയ് മാസത്തിൽ നടക്കുന്ന ഇലക്ഷനിൽ നമുക്കൊരു മിന്നുന്ന വിജയം നേടണമെങ്കിൽ നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു ഭരണ വിരുദ്ധ വികാരത്തോടു കൂടി. കോട്ടയം കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ഉച്ചയ്ക്ക് 1:30 ബോംബ് പൊട്ടുമെന്നും ജീവനക്കാരെ ഒഴിപ്പിക്കണമെന്നുമാണ് ഇമെയിൽ സന്ദേശം. കളക്ടറേറ്റിലെ വനിതാ ശിശുക്ഷേമ വകുപ്പിലാണ് ഭീഷണി ഇമെയിൽ സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 1:30 ബോംബ് പൊട്ടുമെന്നും ജീവനക്കാരെ എല്ലാം ഒഴിപ്പിക്കണമെന്നുമായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഇതേ തുടർന്ന് കോട്ടയം ജില്ലാ പോലീസിന്റെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ്, കോട്ടയം ഡിവൈഎസ്പി KG അനീഷ്, കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ U ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഭീഷണിയെ തുടർന്ന് ജീവനക്കാരെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും സസ്പെക്റ്റഡായിട്ട് ആരെങ്കിലും മരുന്ന് വെച്ചിട്ട് മറന്നു വെച്ചിട്ട് പോകുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അറിയുക കേട്ടോ. ടീം റെഡിയാണ്, എപ്പോൾ വിളിച്ചാലും വിടുക. ഓരോ നമ്പറുണ്ട്, എൻ്റെ നമ്പർ, സാറിൻ്റെ നമ്പറുണ്ട്. അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി വിഭാഗം കോളേജിലെ IPR സെറ്റും ഗണിതശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ച് ശാസ്ത്ര സംരംഭക നവീകരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെയും കെംസ്പെയർ ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് ക്ലബിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം യുവ സംരംഭകനും എഞ്ചിനീയറുമായ റിനു തോമസ് നിർവഹിച്ചു. ശാസ്ത്രരംഗത്തെ നൂതന ആശയങ്ങളെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങളാക്കി മാറ്റുവാൻ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് ബർസാർ റവറന്റ് ഫാദർ ബിജു കുന്നക്കാട്ട്, കെമിസ്ട്രി വിഭാഗം മേധാവി ഡോഗ്യാബിൾ ജോർജ്, ഡോക്ടർ നിഖിത ലിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. First and foremost, we are immensely thankful to our Vice Principal and the President of the meeting, Dr. Jilu Annie John, for presiding over the function. Thank you, Miss, for your constant encouragement and support. മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. മുണ്ടക്കയം വണ്ടൻ പതാലിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ 100 അടിയിലധികം ഉയരമുള്ള ആഞ്ഞിലിമരം മുറിക്കുന്നതിനിടെ മുറിഞ്ഞപ്പുഴ സ്വദേശി അറയ്ക്കപ്പറമ്പിൽ തങ്കച്ചൻ മരത്തിന് മുകളിൽ കുടുങ്ങുകയായിരുന്നു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തങ്കച്ചൻ മരത്തിന് മുകളിൽ കയർ കെട്ടി സുരക്ഷ ഉറപ്പാക്കി നിൽക്കുകയായിരുന്നു. പലതവണ മരത്തിൽ നിന്നും താഴെയിറങ്ങാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് നാട്ടുകാർ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ജീവനക്കാർ സ്ഥലത്തെത്തി 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായിട്ടാണ് തങ്കച്ചനെ താഴെയിറക്കിയത്. തുടർന്ന് ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായ അക്കാമ ചെറിയാനെ കാഞ്ഞിരപ്പള്ളി മറക്കരുതെന്ന് എഴുത്തുകാരി മ്യൂസ് മേരി ജോർജ്. സഹൃദയ വായനശാല പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മ്യൂസ് മേരി. പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ വായനശാല സ്ഥാപകൻ KJ തോമസ് കരിപ്പാപ്പറമ്പിൽ, മുൻ MLA KT തോമസ്, സ്വാതന്ത്ര്യസമര സേനാനി അക്കാമ ചെറിയാൻ DC കിഴക്കേമുറി, ജോസ് T ഇലവുങ്കൽ,
MC ജയകൃഷ്ണൻ, പീറ്റർ ആനക്കല്ല് എന്നിവർക്കുള്ള ആദരവ് കുടുംബാംഗങ്ങൾക്ക് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് സമർപ്പിച്ചു. പഞ്ചായത്ത് അംഗം VN രാജേഷ് സഹൃദയ വായനശാല ചരിത്രാവതരണം നടത്തി. ടോണി കരിപ്പാപ്പാറയിൽ, ബേബിച്ചൻ ഏർത്തയിൽ, ഷമീം അഹമ്മദ്, P ജീരാജ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോ വാളാന്തറ, മഞ്ജു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ചില തിരിച്ചറിവുകൾ ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു കൾച്ചറൽ ഈവനിങ് ആണ്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെയോ ഒരു ചെറിയ ഗതിരോധം സംഭവിച്ചിട്ടുണ്ട്. അത് വായനയുടെയും സാമൂഹ്യമായിട്ടുള്ള കൂടിയിരിപ്പുകളുടെയും ഒരു നഷ്ടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് ഒരു സാംസ്കാരിക സായാഹ്നം എങ്ങനെയാണ് അപരിചിതമാവുക? അതിനകത്ത് ഇത്തരം പോപ്പുലർ സിനിമ, എനിക്കൊന്ന് കോഴിക്കോടെന്ന് പറയുന്ന ഫിലിം ക്രിറ്റിക്ക് 1960കളിൽ വന്ന സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അതിനകത്ത് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അന്നേ കാഞ്ഞിരപ്പള്ളി തോട്ടം ഇരകൾ എന്ന് പറഞ്ഞ KG ജോർജിൻ്റെ സിനിമയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും കാഞ്ഞിരപ്പള്ളിയുടെ ഒരു പ്ലാന്റർ വീടകത്തിനെയാണ് അതൊരു ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ നിയമസഭയിൽ പറയാറുണ്ട്, സാംസ്കാരിക വകുപ്പിന് കൊടുക്കുന്ന പണം ഇവർക്കൊക്കെ കിട്ടുന്ന പൈസ വളരെ കുറവാണ്, വളരെ ലിമിറ്റഡ് എമൗണ്ടാണ്. നമ്മുടെ ബഡ്ജറ്റിൻ്റെ വളരെ തുച്ഛമായൊരു എമൗണ്ട് മാത്രമാണ്. തമിഴ്നാട് ഗവൺമെൻറ് 500 കോടി രൂപയാണ് ബഡ്ജറ്റിൽ സാംസ്കാരിക വകുപ്പിന് മാറ്റി വെച്ചിരിക്കുന്നത്, സിനിമ ഉൾപ്പെടെയുള്ള മേഖല. കേരളത്തിലത് പക്ഷേ അത് ഇത്രയില്ല. സാംസ്കാരിക വകുപ്പിനെ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ കഴിഞ്ഞ കാലാകാലങ്ങളായി തുടരുന്ന രീതി ഇന്നോ ഇന്നലെയല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒരു സാധ്യതകളെ കുറേ കൂടി വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ കെട്ടുകളിൽ നിന്നൊക്കെ മാറിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ. സത്യത്തിൽ ഈ വായനശാലകളൊക്കെ യഥാർത്ഥത്തിൽ അതിനുള്ള ഒരിടങ്ങളായി മാറുകയാണ്. കാരണം ഇന്ന് പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാവർക്കും അവരുടേതായ ഇടങ്ങളും ഒക്കെ ആയിട്ട് മാറുമ്പോൾ പൊതുവിടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് വർത്തമാനകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.